പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ലഹരി മാഫിയയെ പ്രതിരോധിക്കാൻ ഓപ്പറേഷൻ തൂഫാന്റെ ഏറ്റവും വലിയ ശക്തിയായി പ്രവർത്തിക്കേണ്ടത് വിദ്യാർത്ഥികളാണെന്ന് ഷാഫി പറമ്പിൽ MP. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഡേ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിനെ തകർക്കുന്ന ലഹരി മാഫിയയെ ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഈ ശ്രമത്തിൽ സർക്കാരിനൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയണമെന്നും ഷാഫി പറമ്പിൽ തുടർന്നു പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ കൂടിയായ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 100% വിജയം കൈവരിച്ച 42 സ്കൂളുകളെയും എല്ലാ വിഷയങ്ങളിലും A+ നേടിയ നിയോജക മണ്ഡലത്തിലെ 70 സ്കൂളുകളിൽ നിന്നുമായി 883 വിദ്യാർത്ഥികളെയും നിയോജക മണ്ഡലത്തിന് പുറത്ത് പഠിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പള്ളി, അഡ്വക്കേറ്റ് സതീഷ് വിമലൻ, TV ചാർലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ സോമൻ ചിറ്റേത്ത്, ഷാറ്റോ കുര്യൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ്, കോർഡിനേറ്റർമാരായ CS അബ്ദുൽ ഹഖ്, AC സുരേഷ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. നിങ്ങളുടെ ഒരു യാത്രയാണ്. അതിലേക്ക് എത്താൻ നിങ്ങളെടുത്ത പെയിനിനെ, സ്ട്രെയിനിനെ, പ്രഷറിനെ, സ്ട്രെസ്സിനെ, ടെൻഷനെ, ഫെയിലിയറിനെ, കംബാക്കിനെ, അതിന് ഓരോന്നിനെയാണ് ഇവിടെ ഓണർ ചെയ്യുന്നത്. ആ യാത്രയിൽ നിങ്ങളോടൊപ്പം നടന്നവരെയാണ് ഓണർ ചെയ്യുന്നത്. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഫുൾ A+ വാങ്ങിയിട്ട് ആ കുട്ടിയുടെ കയ്യിൽ ഒരു ട്രോഫി കൊടുക്കുമ്പോൾ അതൊരു ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റ് മാത്രമായിട്ടല്ല അത് ഓണർ ചെയ്യപ്പെടുന്നത്. ഒരു എക്കോസിസ്റ്റം, അവിടുത്തെ ടീച്ചർ ഓണർ ചെയ്യപ്പെടുകയാണ്, നിങ്ങളുടെ ടീച്ചേഴ്സ് ഓണർ ചെയ്യപ്പെടുകയാണ്, അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഓണർ ചെയ്യപ്പെടുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഓണർ ചെയ്യപ്പെടുകയാണ്. ആ ജേണിയിൽ നിങ്ങൾക്ക് ഒപ്പം നിന്ന് എല്ലാവരും എല്ലാത്തിലും ഉപരി കുട്ടി അങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ച, അതിനുവേണ്ടി പ്രാർത്ഥിച്ച, അതിനുവേണ്ടി ഒപ്പം നിന്ന, ചിലപ്പോഴൊക്കെ പലപ്പോഴൊക്കെ നമ്മളോട് വഴക്കിട്ടാലും എൻഡ് ഓഫ് ദ ഡേ എൻ്റെ കുഞ്ഞിനെ കാത്തോളണേ എന്ന നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഒരു തേടല് കൂടിയാണ് ഇവിടെ ആദരിക്കപ്പെടുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അപ്പോൾ ദ ഷെയർ ഓഫ് ദ സക്സസ് ഗോസ് ടു ദം ഓൾസോ. നമ്മുടെ എല്ലാ അച്ചീവ്മെന്റ്സും നമ്മുടെയാണ്, എല്ലാ നേട്ടങ്ങളും നമ്മുടെയാണ്, നമ്മുടെ മാത്രമാണ് എന്ന് പഠിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു കാലത്ത് ആ അച്ചീവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ ചുറ്റിനും നോക്കി ആ യാത്രയിൽ ആരൊക്കെയാണ് കൂടെ ഉണ്ടായത് എന്ന് ഓർക്കുകയും അവർക്ക് കൂടെ അതിനെ ഷെയർ ചെയ്യുകയും അതിൽ ഇൻസ്പയർഡ് ആയിട്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ജനറേഷനെ ഈ ഇരിങ്ങാലക്കുടയിലെ ടൗൺ ഹാളിൽ വെച്ച് കാണാൻ കഴിയുന്നതിൽ അധികമായിട്ട് ഇരിങ്ങാലക്കുട, VHSS കാട്ടൂർ, അഭില MP, അനിയൻ സന്തോഷ് റോയ്, ഇരിങ്ങാലക്കുട ഗുരു അമ്മന്നൂർ ചാച്ചു ചാക്യാർ സ്മാരക ഗുരുകുലത്തിൽ നടന്നുവരുന്ന 18ാമത് ഗുരു സ്മരണ കൂടിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അമ്മന്നൂർ സ്മൃതി പൂജയും സെമിനാറും അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. വേണുജി ഭദ്രദീപം തെളിയിച്ചു. അമ്മന്നൂർ കുട്ടൻ ചാക്യാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന മാർഗി മധു ചാക്യാരെ ആദരിച്ചു. കലാമണ്ഡലം നാരായണൻ നമ്പ്യാർ സ്വാഗതവും പൊതിയിൽ രഞ്ജിത്ത് ചാക്യാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന സെമിനാറിൽ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സരിത മഹേശ്വരൻ നാട്യശാസ്ത്രത്തിലെ ദശരൂപക വിധാനം എന്ന വിഷയത്തിലും ഡോക്ടർ AR ശ്രീകൃഷ്ണൻ ഭാസകൃതികളും ദശരൂപ വിഭാഗീകരണവും എന്ന വിഷയത്തിലും നിബിൻ ഉണ്ണി ആധുനിക നാടകവേദിയും ദശരൂപകങ്ങളും എന്ന വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് കൂടിയാട്ട കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്കോ അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള വ്യക്തികളായ ആർക്കും മറക്കാൻ കഴിയില്ലാത്ത അസാമാന്യമായ വ്യക്തിപ്രഭാവം
അതാണ് അമരൂർ മാധവശങ്കർ എന്ന് നമ്മളെല്ലാം ബുദ്ധിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും കുലപതിയായിട്ട് തന്നെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന അമരൂർ മാധവശങ്കർ അദ്ദേഹത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള കലാവൈഭവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഭാരതം അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി, അദ്ദേഹത്തെ ബഹുമാനിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് പത്മഭൂഷൺ ബഹുമതി നൽകി രാജ്യം ഈ വലിയ കലാകാരനെ ആദരിച്ചു. ആ ഓർമ്മകൾ എന്നും എല്ലാവരുടെയും മനസ്സിൽ തലക്കെട്ട് നിൽക്കുകയാണ്. നമ്മുടെ ലോകമുണ്ടാകത്തോളം കാലം ആർക്കും അത് വിസ്മരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല വ്യക്തിത്വത്തെ. അങ്ങനെയുള്ള ആ മഹാന്റെ സ്മരണകൾക്ക് മുന്നിൽ ഒരുപാട് ഓർമ്മയുടെ പുഷ്പങ്ങൾ കർപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും സന്നിധാനമാകുമ്പോൾ ഈ ഗുരുകുലം, ആ ഗുരുകുലത്തിനോടുള്ള നമ്മുടെ സ്നേഹവും ബഹുമാനവും കൂടി വർദ്ധിക്കുകയാണ്. ഗുരുകുലം നമ്മുടെതെല്ലാവരും. ഞാനും അത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനും കൂടി കൂടുന്നതാണ് എന്ന് പറയാൻ എനിക്കിഷ്ടം. കലയുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഴിവുകളുടെയോ ഒന്നും ആ മഹത്തായിട്ടുള്ള വലിയ നിലയിലേക്കും മാറാനായിട്ടും കഴിയില്ലെങ്കിലും. ജപ്പാനിൽ വെച്ച് നടക്കുന്ന APCC കൺവെൻഷനിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക ഇരിങ്ങാലക്കുട സ്വദേശിയായ നായിഫ് നിസാർ. ഇരിങ്ങാലക്കുട സ്വദേശിയായ നിസാർ അഷ്റഫിൻ്റെയും നിഷിന നിസാറിൻ്റെയും മകൻ നായിഫ് നിസാറാണ് പ്രശസ്തമായ ഏഷ്യ പസഫിക് ചിൽഡ്രൻസ് കൺവെൻഷനിൽ ഇന്ത്യയുടെ ബാലപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്തർദേശീയ കൺവെൻഷൻ ജൂലൈ 11 മുതൽ 22 വരെ ജപ്പാനിലെ ഫുക്കുവോക്ക നഗരത്തിൽ വെച്ച് നടക്കും. ജപ്പാനിലെ ബ്രിഡ്ജ് ക്ലബ് പ്രതിവർഷം സംഘടിപ്പിക്കുന്ന ഈ അന്തർദേശീയ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം വിവിധ രാജ്യങ്ങളിലെ കുട്ടികൾക്കിടയിൽ സഹോദരത്വം വളർത്തുക, സാംസ്കാരിക ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുക, ലോകശാന്തിയും ദീർഘകാല സൗഹൃദവും ശക്തിപ്പെടുത്തുകയുമാണ്. ഈ വർഷം ഏഷ്യയിലെ 3 രാജ്യങ്ങളിൽ നിന്നുള്ള ബാലപ്രതിനിധികൾ പങ്കെടുക്കും. JCI ഇന്ത്യയുടെ കർശനമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് നായിഫ് നിസാർ തെരഞ്ഞെടുക്കപ്പെട്ടത്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ MK മുരളി, PTA പ്രസിഡന്റ് ഭക്തവത്സലൻ, സ്റ്റാഫ് സെക്രട്ടറി നിഷ ജോർജ്, NSS പ്രോഗ്രാം ഓഫീസർ NV വിനുകുമാർ, മുൻ കായിക അധ്യാപകൻ ലാലു കോട്ടൂരാൻ എന്നിവർ നേതൃത്വം നൽകി. ഒരു ടീമിന് അനുവദിച്ചിരിക്കുന്ന സമയം ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.